കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ. ക്യാമ്പസിലേക്ക് ലഹരി എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥി ആഷിഖിനെയും ആഷിഖിനൊപ്പമുണ്ടായിരുന്ന ഷാരിഖിനെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മെൻസ് ഹോസ്റ്റലിലെ കൂടുതൽ വിദ്യാർത്ഥികൾ പോലീസ് നിരീക്ഷണത്തിലാണ് എന്ന വിവരം കൂടിയുണ്ട്. മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് കോളേജ് പ്രിൻസിപ്പളാണ് പോലീസിന് വിവരം നൽകിയത്. പ്രിൻസിപ്പൽ DCPക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. എസ് രാഗനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. രാഗൻ, വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് രാവിലെ തന്നെ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരുമായി എസ് രാഗൻ പങ്കുവച്ചത്. രാഗൻ, ഈ പ്രിൻസിപ്പൽ നൽകിയ കത്തിന്റെ ഉള്ളടക്കം എന്താണ്? പ്രിൻസിപ്പൽ പറയുന്നുണ്ടായിരുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന്. ഇന്നലെ മാതൃഭൂമി ന്യൂസുമായി സംസാരിക്കുമ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയുന്നുമുണ്ടായിരുന്നു. എന്തൊക്കെ വിവരങ്ങൾ നേരത്തെ തന്നെ കോളേജ് അധികൃതർക്ക് അറിയാമായിരുന്നു? ആ കത്തിന്റെ ഉള്ളടക്കം എന്താണ്? അതായത് ഇത്തരത്തിലൊരു സെലിബ്രേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ലഹരി ഉപയോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന കൃത്യമായിട്ടുള്ള സോഴ്സിൽ നിന്ന് വിവരം കിട്ടി എന്നതാണ് പ്രിൻസിപ്പൽ നേരത്തെ പോലീസിന് വിവരം നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു അവിടെ റെയ്ഡ് നടത്തിയത് എന്നതാണ് വ്യക്തമാകുന്നത്. ആ കത്തിന്റെ ഉള്ളടക്കത്തിൽ പ്രധാനമായും പറയുന്നത് ഇതാണ്. അതോടൊപ്പം തന്നെ വലിയ തോതിലെ പണപ്പിരിവ് നടത്തിയതായും വ്യക്തമായിട്ടുണ്ട്. അത് ഈ പരാതിയിലടക്കം പ്രിൻസിപ്പൽ സൂചിപ്പിക്കുന്നുമുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കളമശ്ശേരി അവിടെ നിന്ന് ലഹരി പിടികൂടിയ സംഭവത്തിൽ 2 പേർ കൂടി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. അതിലൊന്ന് ആഷിഖാണ്. ആഷിഖിനെ പുലർച്ചെ കളമശ്ശേരി പോലീസ് സംഘം പിടികൂടിയത് ആലുവ ഭാഗത്തു നിന്നാണ്. ആലുവ എടയപ്പുറത്ത് നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അതോടൊപ്പം തന്നെ ഷാലിഖ് എന്നയാളെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇവരാണ് ഈ ഹോസ്റ്റലിലെത്തി ഈ ലഹരി നൽകിയിട്ടുള്ളത് എന്നതാണ് ബോധ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഷാലിഖിന്റെ റോൾ കൃത്യമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഷിഖ് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള റോൾ ഉണ്ടെന്ന് പോലീസ് സംഘം പറയുന്നു. 2 പേരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർ 2 പേരും പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇവർ അവിടെ ആക്സസ് ഉള്ളവരായിരുന്നു, മെൻസ് ഹോസ്റ്റലിൽ എത്തുന്നവരായിരുന്നു. മാത്രമല്ല അതിൽ ആകാശിന്റെ മൊഴിയടക്കമുള്ള കാര്യങ്ങളും നിർണായകമായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പേർ കൂടി ഇനിയും പിടിയിലാകുമെന്ന സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ഇവർക്ക് ലഹരി കൈമാറിയവരെ അടക്കം പോലീസ് ഇപ്പോൾ തെരയുന്നുണ്ട്. അത്തരം നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ പോലീസ് സംഘം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് 2 കിലോ അടുത്ത് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ആകാശ് എന്നയാൾ അറസ്റ്റിലാവുകയും റിമാൻഡിൽ പോവുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റ് കേസ്. അതിൽ 9 ഗ്രാം കഞ്ചാവായിരുന്നു. അഭിരാജും അതോടൊപ്പം തന്നെ ആദിത്യനും ഇവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇവരെ ജാമ്യത്തിൽ വിടുന്ന നിലയുണ്ടായി. അതായത് വാണിജ്യ അളവിലുള്ള കഞ്ചാവല്ല എന്നതാണ് അതിൽ കണ്ടെത്തിയിരുന്നത്. ഇതിൽ അഭിരാജ് SFI നേതാവും അതോടൊപ്പം തന്നെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമാണ്. ഇപ്പുറത്തെ കേസിൽ ആകാശ് KSUവിനൊപ്പമുള്ള ആളാണെന്ന് ആദിൽ എന്ന ഈ റൂംമേറ്റ് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള രാഷ്ട്രീയ പോര് KSUവും SFIയും നടക്കുന്നുണ്ട്. ഇതിന്റെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി എന്തായാലും ഈ രാഗിനി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് SFI KSU എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട്. അതായത് 9 ഗ്രാമിൽ താഴെ ഒരാളുടെ കൈവശം വെക്കാവൂ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതുവരെ തൂക്കിക്കൊടുക്കുന്ന രീതിയിലേക്ക് അതിനുള്ള ത്രാസ് വരെ കൈവശം വെച്ചിരിക്കുന്നു. രാഷ്ട്രീയ ഭേദമന്യേ ഏവർക്കും ബന്ധമുള്ളതാണ് ഇതെന്ന് നമ്മളോട് ഇന്നലെ സംസാരിക്കുമ്പോൾ ഡാൻസ് ഓഫ് ടീം തന്നെ പറയുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു പാർട്ടിക്കാരാണെങ്കിൽ മറ്റേ പാർട്ടിക്കാർക്ക് പറയാമല്ലോ, ഇത് എല്ലാവരും ഉണ്ട്, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് കളമശ്ശേരി പോളിടെക്നിക് ക്യാമ്പസിലേക്ക് മയക്കുമരുന്ന് എത്തുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ ഇത്തരം സംഭവങ്ങൾ വലിച്ചുകൊണ്ടുന്നത്? മാർഷൽ, തീർച്ചയായും. അതായത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കൊക്കെ അപ്പുറം ഇത് വളരെ സുലഭമായി അവിടെ കിട്ടുകയും ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. അവിടെ മെൻസ് ഹോസ്റ്റലിൽ പോലീസിന്റെ നിലപാട് പ്രകാരം, പോലീസ് പറയുന്നത് പ്രകാരം 20 മുറികളാണുള്ളത്. ഒരു മുറിയിൽ ഏകദേശം 3 പേർ വെച്ചുണ്ട്. അങ്ങനെ ഏകദേശം 60ഓളം പേരുണ്ട്. ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് 3 പേരാണ്. പക്ഷേ എല്ലാ വിദ്യാർത്ഥികളെയും പോലീസ് നിരീക്ഷണത്തിൽ നിർത്തുകയാണ്. കാരണം ഇതിന്റെ ഭാഗമായിട്ടുള്ള വലിയ തോതിലുള്ള പണപ്പിരിവ് നടന്നിട്ടുണ്ട്. അതായത് ഈ ലഹരി എത്തിക്കുക, ആ ലഹരി എത്തിക്കുമ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വലിയ തോതിലുള്ള പണപ്പിരിവ് നടന്നു. അതിന്റെ തെളിവുകളടക്കം ശേഖരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഈ ഓരോ വിദ്യാർത്ഥികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ആരൊക്കെ പണം ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും വെളിവാകും. ഈ ബാങ്ക് അക്കൗണ്ട് വഴി പണം കൈമാറിയിട്ടുണ്ട് എന്നതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇത്തരത്തിൽ സുലഭമായി ഈ മെൻസ് ഹോസ്റ്റലിലേക്ക് അവിടെ ലഹരി എത്തുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയ പോരുകൾ ഈ SFI ആണെങ്കിൽ KSU ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ
ആരോപണങ്ങളാണെങ്കിലും ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറം കാണുന്ന വസ്തുത എന്ന് പറയുന്നത് ഇതിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ്. മാത്രമല്ല ഇതിൽ ആകാശിന്റെ പക്കൽ നിന്നാണ് ഈ ലഹരി അഭിരാജും അതോടൊപ്പം തന്നെ ആദിത്യനും വാങ്ങിയതെന്ന ചില സംശയങ്ങളും പോലീസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലഹരി കൈമാറ്റവും ലഹരി വിതരണവും അതോടൊപ്പം തന്നെ ലഹരി പൊടിച്ച് അത് പാക്കറ്റുകളിലാക്കുന്ന പാക്കറ്റുകൾ തൂക്കുന്ന ത്രാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കണ്ടെടുത്തിരിക്കുകയാണ്.